ഹലോ അസ്സലാമു അലൈക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഈദൊക്കെ? എന്താണ് എല്ലാവരുടെയും ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ? അപ്പം ഞാനിന്ന് ഈദിന് ഒരു സ്പെഷ്യൽ പുഡിങ് ഉണ്ടാക്കി കേട്ടോ. നല്ല ഒരു അടിപൊളി അറബിക് പുഡിങ് മാംഗോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറേ ആയിട്ട് മാംഗോ റെസിപ്പീസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച മാംഗോ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പാലെടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ കസ്റ്റാർഡ് ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. പാലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് പാലിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് കട്ട പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ജസ്റ്റ് ഒഴിക്കാൻ പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്തി വെക്കാം കേട്ടോ. ഒരുപാട് തിക്കാക്കിയിട്ട് വെക്കണ്ട. ഇനി ഇതിലോട്ട് ഷുഗറിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഹണിയോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, മാംഗോ. അപ്പോൾ ഞാൻ മാംഗോയുടെ പൾപ്പ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോഴും മാംഗോ ആഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ് വെച്ചിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് കുറച്ചിട്ടാണ് മധുരം ആഡ് ചെയ്യാറ് കേട്ടോ. ഇനി നമ്മളിതിലോട്ടുള്ള ക്രീമാണ് സെറ്റാക്കി കൊടുക്കുന്നത്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ അത് എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഇത്തിരി മിൽക്ക് മെയ്ഡ് ആഡാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ കുറച്ച് മാംഗോ പൾപ്പ് ഇതിലും കൂടെ ആഡാക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ് ഏതിലാണോ സെറ്റാക്കി എടുക്കുന്നത് ആ ബൗളിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ വേണമെങ്കിൽ 2 ലെയറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ലെയറായിട്ട് ചെയ്യാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ പുഡിങ് ട്രേ എടുത്തിട്ട് അതിലോട്ട് ആദ്യം ബ്രെഡ് വെച്ച് കൊടുക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റർഡിൻ്റെ മിക്സിലെ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് കട്ടിയാവാതെ നോക്കണം കേട്ടോ. നമുക്ക് ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പോൾ അത് ഇരുന്ന് കഴിഞ്ഞാൽ കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ അത് ബ്രെഡിലോട്ട് അങ്ങ് ആവില്ല. പിന്നെ ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒഴിക്കണേ, എങ്കിൽ മാത്രമാണ് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അടി ഭാഗത്തൊക്കെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇനി ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം അത് ഫില്ലാവും വരെ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീമില്ലേ, അത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് ഫുള്ള് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു സെറ്റും കൂടെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2 ലെയറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു സെറ്റും കൂടെ ഞാൻ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ രണ്ടാമത് ചെയ്യുന്നു. കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ അഗൈൻ ക്രീം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡെക്കറേഷനും പിന്നെ ആ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മാംഗോ പൾപ്പും കൂടെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ ഒരു മാംഗോ ഫ്ലേവർ വരുമ്പോൾ. ഇനി ഇത് 4 to 5 hours നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ മോർണിംഗിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഈവനിങ്ങിലാണ് കേട്ടോ എടുത്തത്. ഈവനിങ് ഒരു 5-6 o'clock ഒക്കെ ആകുമ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയായിരുന്നു, കിടിലൻ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.